അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഖുർആനിലെ മാതാപിതാക്കളെ എന്നൊരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ആ ആയത്ത് വായിക്കുമ്പോഴൊക്കെ മനസ്സിലേക്ക് ഓടി വന്നത് എൻ്റെ തന്നെ കാര്യമാണ്. ഞാനൊരു ഇസ്ലാം മതത്തിലേക്ക് വന്നതിന് ശേഷം എൻ്റെ വീട്ടിലോട്ട് ഞാൻ ചെന്നു. എൻ്റെ അമ്മയെ ഞാനൊരു ദിവസം വിളിച്ചു ഫോണിൽ. അപ്പോൾ പറഞ്ഞു, ഞാൻ നിന്നെ പ്രസവിച്ചത് ക്രിസ്ത്യാനിയായിട്ടാണ്. നീ ഈ വീട്ടിലോട്ട് കയറണമെങ്കിൽ ക്രിസ്ത്യാനിയായിട്ട് വന്നാലേ കയറ്റുള്ളൂ. ഞാനപ്പോൾ തന്നെ ഫോൺ കട്ട് ചെയ്തു. പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ ചെല്ലും, മുറ്റത്ത് നിൽക്കും, നോക്കും, പോരും. വീട്ടിലോട്ട് എന്നെ കയറ്റിയില്ല. അപ്പോൾ വേദനിപ്പിച്ചത് ആലോചിച്ചിട്ട് ചിലപ്പോൾ സങ്കടം തോന്നാറുണ്ട്. അതോടൊപ്പം പരിശുദ്ധ ഖുർആനിലെ അല്ലാഹു മറ്റൊരായത്തും കൂടെ പറഞ്ഞിട്ടില്ലേ, നിനക്ക് യാതൊരു അറിവുമില്ലാത്ത ഒന്നിനെ അല്ലാഹുവോട് പങ്കു ചേർക്കാൻ നിന്റെ മാതാപിതാക്കൾ നിന്നോട് നിർബന്ധപൂർവം ആവശ്യപ്പെട്ടാൽ നീ അവരെ അനുസരിച്ച് പോകരുത് എന്നുള്ളത്. അതുകൊണ്ട് സങ്കടം തോന്നണില്ലേ ഇപ്പോൾ? കാരണം അല്ലാഹുവിന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ നിസ്കാരം കഴിഞ്ഞ് ഖുർആൻ ഓതിയപ്പോൾ വന്ന ഒരായത്ത് പറയാവേ. സൂറത്തുൽ ഇസ്രാ ആയത്ത് 23. തന്നെയല്ലാതെ നിങ്ങൾ ആരാധിക്കരുതെന്നും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും എൻ്റെ രക്ഷിതാവ് വിധിച്ചിരിക്കുന്നു. അവരിൽ മാതാപിതാക്കളിൽ ഒരാളോ അവർ രണ്ടുപേരും തന്നെയോ നിന്റെ അടുക്കൽ വെച്ച് വാർദ്ധക്യം പ്രാപിക്കുകയാണെങ്കിൽ അവരോട് നീ എന്ന വാക്ക് പറയുകയോ അവരോട് കയർക്കുകയോ ചെയ്യരുത്. അവരോട് നീ മാന്യമായ വാക്ക് പറയുക. എനിക്കതിനും കഴിയുന്നില്ല. വളരെ സങ്കടം തോന്നുന്നുണ്ട് ചില സന്ദർഭങ്ങളിലൊക്കെ. ഞാനും മക്കളും എൻ്റെ ഹസ്ബൻഡും മാത്രമാണ് ഈ വീട്ടിലുള്ളത്. എങ്കിലും അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഈ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.